നേരാണ് മോളെ ഇവൻ പറയുന്നത്. അറിയില്ല, ഒരു വണ്ടി എന്റെ പുറകെ പാഞ്ഞു വരുമായിരുന്നു. അന്നേരം കുട്ടൻ വന്ന് എന്നെ പിടിച്ചു മാറ്റി. ഇല്ലെങ്കിൽ ചിലപ്പോ തന്നെ ഇടിച്ചു തെറിപ്പിക്കുമായിരുന്നു. ഇടിച്ചു തെറിപ്പിക്കായിരുന്നു. ഓ ഭാഗ്യം മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. സിധു ബാ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? മാലാഖ എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. ചെറിയച്ച, നമുക്ക് മാലാഖയെ വീട്ടിലാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ പോയാലോ? അല്ല അതൊന്നും വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. പറ്റില്ല, ഞങ്ങൾ അങ്ങോട്ട്. മാലാഖ ഞങ്ങളുടെ കൂടെ വാ. ചെറിയച്ച പറ, ചെറിയച്ച നമുക്ക് ഒരുമിച്ച് പോവാം. പറയുന്ന കേക്ക്. അത് വാ മോളെ, നമുക്ക് പോവാം. അമ്മയാണല്ലോ. ഹലോ അമ്മ. എടി, എന്നാ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? മനസ്സിലായില്ല. കഴിഞ്ഞതൊക്കെ നീ മറന്നുപോയോ? അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതമ്മ തെളിച്ചു പറയും. ഗോപു, നിനക്കൊരു നല്ല ജീവിതം സമ്മാനിച്ചതാരാ? അത് ദേവികയാണ്. എന്നിട്ടിപ്പോ അതിന്റെ പേരിൽ ദേവികയുടെ ജീവിതത്തെ നിങ്ങളെല്ലാരും കൂടി ചേർന്ന് നരകമാക്കാൻ നോക്കുകയാണോ? അമ്മ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അല്ല, ഇനി എത്ര കാലത്തേക്കാ ദേവിക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ത്യാഗങ്ങൾ തുടരേണ്ടത്? അതുകൂടി പറ. അമ്മ ഞാൻ എടി, നീ പറ. ദേവിക ആ ഭ്രാന്തിനെ കല്യാണം കഴിക്കേണ്ടതുണ്ടോ? സിദ്ധുവേട്ടന് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചേച്ചി നിർബന്ധിച്ചില്ലല്ലോ. ഞാൻ ഇന്നും അതിനെ എതിർത്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴും എനിക്കതിന് എതിർപ്പ് തന്നെയാ. പക്ഷെ ചേച്ചിയുടെ സ്വന്തം താല്പര്യം അനുസരിച്ചല്ലേ ഈ കല്യാണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ ആ താല്പര്യത്തിനൊന്നും കാര്യമില്ല. അത് നീ ഗൗനിക്കേ വേണ്ട. ഈ കല്യാണം നടക്കാൻ പാടില്ല. അതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കണം. അതിന് നിനക്ക് ശ്രമിക്കാമല്ലോ. അത് തടയാൻ നിനക്ക് നോക്കാമല്ലോ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാ അമ്മേ. ചേച്ചിയുടെ തലയിൽ അത് കേറണ്ടേ? എടി, എനിക്കിതിവിടെ നിന്ന് പറയാനേ സാധിക്കൂ. പക്ഷെ നിനക്കതല്ല. അവളെ ഈ കല്യാണത്തിൽ നിന്ന് തടയാൻ ഇനി സമയമുണ്ട്. ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം അമ്മ. അമ്മ സമാധാനിക്ക്, ഞാൻ വിളിച്ചോളാം. അമ്മയായിരുന്നോ? അമ്മ എന്താ പറഞ്ഞത്? സിദ്ധുവേട്ടനും ചേച്ചിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാ അമ്മ. ദേവിയേച്ചി സമ്മതിച്ചല്ലോ, പിന്നെ അമ്മ എന്തിനാ വാശി പിടിക്കുന്നത്? അമ്മ വാശി പിടിക്കുന്നതിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? ഋഷിക്ക് ഋഷിയുടെ ചേട്ടൻ വലുതാണ്. അതുപോലെ തന്നെ എനിക്കും എന്റെ അമ്മയ്ക്കും എന്റെ ചേച്ചിയുടെ ലൈഫ് വലുതാ. അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമില്ലേ? എന്ത് കുഴപ്പം? എന്ത് കുഴപ്പമെന്ന്? കുഴപ്പമേ ഉള്ളൂ. ഋഷിയുടെ ചേട്ടനെ പോലെ ഒരു മുഴു ഭ്രാന്തനെ കല്യാണം കഴിച്ച് ജീവിതം തൊലക്കേണ്ടവളല്ല എന്റെ ചേച്ചി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിന്റെ ചേച്ചിയെ കുറിച്ച് മോശം പറഞ്ഞ നീ സഹിക്കോന്ന്?
എടാ നമ്മളെന്താ ഇവിടെ? ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇതേതായി സ്ഥലം? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ ഇതുവരെ പറയാതിരുന്നേ. ഇനി പറയാം. എന്നാ നീ പറ. എടാ, ഈ കെട്ടിടത്തിനകത്ത് ഒരു സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പോ? എന്ത് സെറ്റപ്പ്? ഇതൊരു ചീട്ടുകളി സങ്കേതവാളിയാ. ചീട്ടുകളിയോ? അതെ, ചീട്ടുകളി. എന്താ നിനക്ക് ചീട്ടുകളി പിടിക്കില്ലേ? കൊള്ളാം. എടാ, ഞാൻ ചീട്ടുകളിയുടെ ആശാനാ. ചേ, ചുമ്മാ പറയല്ലേ. എടാ, നീ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പൊ നിനക്ക് എന്നെ കുറിച്ച് മനസ്സിലാവും. എടാ, ഞാൻ ഇവിടുത്തെ ഒരു ചീട്ടുകളി ചാമ്പ്യനായിരുന്നു. ചീട്ട് കളിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുമില്ല. അപ്പോ നീ എനിക്ക് പറ്റിയ ആള് തന്നെയാ. നിനക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതാ ഞാൻ ഒന്നും പറയാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇപ്പൊ ഞാൻ ഹാപ്പിയായി. ചീട്ട് കളിക്കാൻ എനിക്കൊരു കമ്പനി ആയല്ലോ. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? ഇത് പോലീസുകാരെയും നാട്ടുകാരെയും വെട്ടിച്ച് നടത്തുന്ന ഒരു ഏർപ്പാടാ. ആ, അത് ഈ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പണം വെച്ചുള്ള കളിയല്ലേ? അതെ. അല്ല, പബ്ലിക്കായിട്ട് നടത്താൻ പറ്റില്ലല്ലോ. ഒളിച്ചും പാത്തും അല്ലേ പറ്റൂ. അളി, നീ ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരും. ആ, എങ്ങനെ കളിച്ച് പണം വരാറുണ്ടോ? ഒന്നും പറയണ്ട അളിയാ. ഇടയ്ക്കൊക്കെ നല്ല കോൾ ഒത്തുവരുമായിരുന്നു. പക്ഷെ ഈ ഇടയായിട്ട് ആകെ പൊട്ടി പൊളിഞ്ഞോണ്ടിരിക്കുക. അതൊക്കെ ഒരു രാശിയാളിയാ. അല്ല, നീ ഇന്നൊരു കൈ നോക്കുന്നോ? ചീട്ടുകളിന്ന് വെച്ചാൽ എനിക്ക് വല്ലാത്തൊരു ലഹരിയാ. കളിക്കണമെന്നുണ്ട്, പക്ഷെ കയ്യിൽ കാശില്ല. ശമ്പളം കിട്ടിയെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. എടാ, നിന്റെ രൂപ പോലും ഇരിപ്പുണ്ടോ? നീ കടമായിട്ട് തന്നാ മതി. ജയിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാശ് തിരികെ തരാം. ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ നിന്റെ കടഞ്ഞ വീട്ടിൽ കൊള്ളാടാ. എടാ, ഞാൻ പണം തരാതെ ഒന്നും ഇരിക്കില്ല. ശരി, ഇന്ന് ഞാൻ കളിക്കുന്നില്ല. കളിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന പണം നിനക്ക് തരാം. ദാ, ഇത് വെച്ച് നീ ഭാഗ്യം പരീക്ഷിക്ക്. നീ എന്താ നോക്കിയിരിക്കുന്നേ? നീ വരുന്നില്ലേ? വാ. നീ കളിക്കുന്നുണ്ടോ? കാശില്ല. കാശില്ലേ? വിട്ടോ വിട്ടോ വിട്ടോ. നിങ്ങൾ കളിക്കുന്നുണ്ടോ? വൈ വൈ വൈ, കാശ് വൈ. കണ്ടാടാ, ദാ ഇത് നീ എനിക്ക് തന്ന പൈസയും അതിന്റെ പലിശയും കൂട്ടുപലിശയും എല്ലാം ഉണ്ട്. ആ മോളെ, ദേ ഇത് പിടിച്ചേ. എന്താ ഇത്? ഇത് കുറച്ച് സ്വീറ്റ്സാ. സ്വീറ്റ്സോ? ആ, എന്താടാ പതിവില്ലാതെ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട്? നിന്റെ മുഖത്ത് എന്നും കാണാത്ത സന്തോഷവും ഉണ്ടല്ലോ. എന്തു പറ്റി? എന്തോ കോളത്തെ മട്ടുണ്ടല്ലോ അനീഷേട്ടാ. ഹേയ്, എന്ത് കോള്? ഒരു കോളുമില്ല. അപ്പൊ ഈ സ്വീറ്റ്സ് വെറുതെ വാങ്ങിക്കൊണ്ട് വന്നാണോ? ഹേയ്, അല്ലല്ല. പിന്നെ എന്റെ രണ്ട് അനിയത്തിമാരുടെയും കല്യാണം നിശ്ചയിച്ചിരിക്കുകയല്ലേ? ആ. ആ കല്യാണങ്ങളുടെ മുഴുവൻ ജോലിയുടെയും ചുക്കാൻ പിടിക്കേണ്ട ഞാനല്ലേ? ആ, അപ്പൊ ആ ജോലിയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ്
എല്ലാവർക്കും മധുരം കൊടുത്തിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഒരു സന്തോഷം. മോളെ സ്വീറ്റ്സ് എടുത്ത് മുത്തശ്ശന് കൊടുത്തേ. എനിക്ക് വേണ്ട, എനിക്ക് മധുരമൊന്നും കഴിക്കാനാവില്ലല്ലോ. ആ ഉം. അയ്യടാ, വല്ലപ്പോഴും ഒരു തുണ്ട് മധുരമൊക്കെ ആവാം മുത്തശ്ശ. ഒന്ന് പോടാ. ആ മോളെ മുത്തശ്ശനോട് എടുത്ത് കൊടുക്ക, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ദേ ഞാൻ സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, ചെന്നെടുത്തോ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അനീഷേട്ടാ, അല്ല അനീഷേട്ടന് ശമ്പളം കിട്ടിയില്ല, കയ്യിൽ 1 രൂപ പോലും ഇല്ല എന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പൊ ഈ വാങ്ങിക്കൊണ്ടുവന്ന സ്വീറ്റ്സിനെല്ലാം കൂടെ ചേർത്ത് ഒരു 100-500 രൂപയെങ്കിലും ആയി കാണുമല്ലോ. ഇതൊക്കെ വാങ്ങാനുള്ള പണം അനീഷേട്ടന് എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ ഉരുളാനൊന്നും നിക്കണ്ട, സത്യം സത്യമായിട്ട് പറയണം. ശമ്പളം കിട്ടിയോ? ഇല്ല, അത് കിട്ടിയില്ല. പിന്നെ അത് ഞാൻ ഒരാളോട് കടം വാങ്ങിയതാ. കടം വാങ്ങിയോ? ആരോട്? ഒരു സുഹൃത്തിനോട്. ഏത് സുഹൃത്ത്? ഒരു സുഹൃത്ത്. സുഹൃത്തിന് പേരില്ലേ? നിനക്കിപ്പോ എന്തൊക്കെ അറിയണം? കടം വാങ്ങി മധുരപലഹാരം വാങ്ങിക്കേണ്ട അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെന്തിനാ കടം വാങ്ങി? എനിക്കിപ്പോ അങ്ങനെ തോന്നി. എന്നിട്ട് എത്ര രൂപയാ കടം വാങ്ങി? അധികമൊന്നുമില്ല, ഒരു 500 രൂപ. ശമ്പളം കിട്ടുമ്പോ അപ്പൊ തന്നെ കൊടുത്തൂടെ? 500 രൂപ മാത്രമേ വാങ്ങിയുള്ളൂ? ആ അത്രേ ഉള്ളൂ. നീ എന്തിനാ മേശ തുറക്കുന്നേ? എന്താ ഞാനിത് തുറന്ന എന്താ കുഴപ്പം? നിനക്കിപ്പോ എന്താ വേണ്ടേ? അനീഷേട്ടൻ ഇങ്ങോട്ട് മാറിയെന്നേ, എനിക്ക് എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. മാറി നിൽക്ക അങ്ങോട്ട്. കടം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 10-15,000 രൂപയുണ്ടല്ലോ. ഇതെവിടുന്ന് കിട്ടി? ഇതെവിടുന്ന് കിട്ടിയെന്ന്? ഇതും കടം വാങ്ങിയതാണോ? ആണോന്ന്? എന്നിട്ട് 500 രൂപ കടം വാങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. അതെന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അല്ല മഞ്ജു, അത് വേണ്ട, വീണ്ടും വീണ്ടും കള്ളം പറയാൻ നിൽക്കണ്ട. അനീഷേട്ടൻ എന്നെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? ഇത് കടം വാങ്ങിയ പണമൊന്നും അല്ല. പിന്നെ പിന്നെ നീ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? അനീഷേട്ടൻ വീണ്ടും ചീട്ടുകളി തുടങ്ങി അല്ലേ? അനീഷേട്ടൻ വന്നു കയറിയപ്പോഴേ പതിവില്ലാത്ത വിധം ആ മുഖത്തുണ്ടായിരുന്ന സന്തോഷം ഞാൻ ശ്രദ്ധിച്ചതാ. മുമ്പൊക്കെ ചീട്ട് കളിച്ച് ജയം നേടുമ്പോ ഉണ്ടാകാറുള്ള അതേ സന്തോഷം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലേന്ന്? അല്ല, അത് പിന്നെ നാട്ടി വെച്ച് ഈ നശിച്ച കളി കാരണം സർവ്വതും തൊലച്ച ആളാ അനീഷേട്ടൻ. ഇവിടെ അത് തുടങ്ങിയല്ലേ? എന്റെ പൊന്നു മഞ്ജു, നീ കരുതുന്ന പോലെ ഞാൻ പഴയ രീതിയിലോ കളിയൊന്നും തുടങ്ങിയിട്ടില്ല. എന്റെ ഒരു കൂട്ടുകാരൻ ചീട്ട് കളിക്കാൻ പോയപ്പോ ഞാനും വെറുതെ ഒന്ന് അവന്റെ കൂടെ പോയി. ചീട്ട് കളിക്കണമെന്ന് വിചാരിച്ച് പോയതൊന്നും അല്ല. അവിടെ ചെന്നപ്പോ ഒരു മോഹത്തിനൊന്ന് കളിച്ചുപോയി, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചീട്ട് കളിക്കാൻ നിൽക്കോ? ചീട്ട് കളിച്ചുണ്ടായ അനുഭവമൊക്കെ ഞാൻ മറക്കൂ? ഒരിക്കലുമില്ല. ഇന്നൊരാവശ്യത്തിന് കളിച്ചു എന്നല്ലാതെ ഇനി ഞാൻ കൈകൊണ്ട് തൊടില്ല. അനീഷേട്ട ഇത് വെറുതെ പറയുന്നതാ. ഏയ് അല്ല മഞ്ജു,
ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. എങ്കിൽ എന്നെ പിടിച്ച് സത്യം ചെയ്യും. സത്യം ചെയ്യാൻ. അല്ല, ഒരു സത്യം ചെയ്തതിന് ഇപ്പൊ എന്താ കുഴപ്പം? നിന്നാണേ ദേ എന്റെ പുന്നാര മഞ്ജുവാണ് സത്യം. ഇനി ഞാൻ ചീട്ട് കളിക്കൂല. സത്യം, സത്യം, സത്യം. അമ്മേ, എന്താ അമ്മേ, എന്തു പറ്റി? എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ. എങ്ങനെ ആലോചിക്കാതിരിക്കും? കല്യാണത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ. ചെലവുകളാണെങ്കിൽ കുന്നോളം ഉണ്ട്. അതിനൊക്കെ പണം തന്നെയല്ലേ വേണ്ടത്. പണത്തിനിപ്പൊ എന്ത് ചെയ്യും? അതാ ഞാൻ ഈ തല പുകഞ്ഞിരുന്ന് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഡാ, ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടായിരുന്നോ? ഇവളുടെ കല്യാണം നടത്താനുള്ള പണത്തിന് എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാടാ? കല്യാണ ചെലവുകൾ നടത്താതിരിക്കാൻ പറ്റോ? അമ്മ എന്നെ വെറുതെ ധർമ്മസങ്കടത്തിലാക്കരുത്. ദേ, കേട്ടല്ലോ നിന്റെ ചേട്ടൻ പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല. സുലോചനെ, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവണ്ട. അഞ്ജിതയുടെ കല്യാണത്തിന് വേണ്ട കുറച്ച് പണം ഞാൻ തരാം. തൽക്കാലം ഒരാശ്വാസം ആവുമല്ലോ. അല്ല, അച്ഛൻ എവിടുന്ന പണം? എനിക്ക് എവിടുന്നാ പണമെന്നാവും നിന്റെ ചിന്ത. ഇതെന്റെ പെൻഷൻ കാശാ. അന്ന് വാങ്ങിയ പെൻഷന്റെ ബാക്കി കുറച്ച് തുക ഇപ്പോഴും എന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടല്ലോ. തൽക്കാലത്തേക്ക് അതെടുക്കാം. ഇങ്ങനൊരു സമ്പാദ്യം ബാങ്കിലുള്ള വിവരം അച്ഛനെന്താ ഇതുവരെ ഞങ്ങളോട് പറയാതിരുന്നേ? പണം എങ്ങനെ നശിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തുന്നവളാ നീ. നിന്നോട് ഞാൻ ഈ കാശിന്റെ കാര്യം എങ്ങനെ പറയും? പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ ആ പണം വാങ്ങി തുരച്ചേനെ. ഈ പണം ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ല മാറ്റിവെച്ചത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്താവശ്യമുള്ളത്? കുറച്ചേ ഉള്ളെങ്കിലും എൻ്റെ കൊച്ചുമക്കളുടെ കല്യാണ ആവശ്യത്തിന് തന്നെ മാറ്റിവെച്ചതാ. എന്നാൽ കഴിയുന്നൊരു താങ്ങ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ ഗോപികയുടെ കല്യാണത്തിന് അച്ഛൻ എടുക്കാതിരുന്നത്? അന്ന് നടക്കാൻ പോയത് ഗോപികയുടെ കല്യാണമല്ലല്ലോ, അഞ്ജിതയുടെ കല്യാണമല്ലേ. ദൈവാനുഗ്രഹം കൊണ്ടല്ലേ അത് ഗോപികയുടേതായി മാറിയത്. ഓ, അത് കൊള്ളാം. അച്ഛനിപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ അച്ഛന്റെ സ്വന്തം മകളായിട്ട് പോലും എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് പണം ചെലവഴിക്കാൻ അച്ഛന് ബുദ്ധിമുട്ടായിരുന്നു എന്നല്ലേ? മോന്റെ മക്കളാകുമ്പോ അതിനൊന്നും ഒരു കുഴപ്പമില്ല. മുഴുവൻ പണവും എടുത്തങ്ങ് ചെലവാക്കും. അങ്ങനാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് അങ്ങനെയാ തോന്നിയത്. സുലോചനെ, നീ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. വേണ്ടച്ചാ, അച്ഛൻ ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അല്ലെങ്കിലും പണ്ട് മുതൽക്കേ അച്ഛൻ എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. എപ്പോഴും എന്നെ വേർതിരിച്ചല്ലേ കണ്ടിട്ടുള്ളൂ. ആ വേർതിരിവ് ഇപ്പൊ എന്റെ മോളോടും കാണിച്ചു. ശരി ശരി, നിന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് നിന്നോട് താല്പര്യമില്ലെന്നാണല്ലോ നിന്റെ ഭാഷ്യം. അങ്ങനാണെങ്കിൽ താല്പര്യമില്ലാത്ത ആളിന്റെ പണവും നീ സ്വീകരിക്കണ്ട. അമ്മ എന്തിനാ വെറുതെ മുത്തശ്ശനോട് വഴക്കിടാൻ പോയത്?
എന്റെ കല്യാണത്തിന് വേണ്ടിയുള്ള പണം മുത്തശ്ശൻ തരാന്നല്ലേ പറഞ്ഞത്? എടി നിന്റെ അമ്മയ്ക്ക് അഹങ്കാരമാ, അല്ലാതെ പിന്നെ എന്താ പറയാ? അതെ, കല്യാണാവശ്യത്തിനുള്ള പണത്തിന് വേണ്ടി ഒരു തർക്കവും ബഹളവും ഒന്നും ഇവിടെ വേണ്ട. കല്യാണാവശ്യത്തിന് വേണ്ടി ഞാനൊരു ലോണിന് അപേക്ഷിച്ചിരുന്നത്. ഇപ്പൊ ആ ലോൺ കിട്ടി. അതിൽ നിന്നും അഞ്ജലിയുടെ ആവശ്യത്തിന് വേണ്ട പണം ഞാൻ തരാം. മുത്തശ്ശന്റെ പെൻഷൻ പണം അക്കൗണ്ടിൽ തന്നെ കിടന്നോട്ടെ. അല്ല മോളെ, അത് ഞാൻ എടുത്ത് സുലോചനയ്ക്ക് കൊടുക്കാം. ഇവളുടെ വർത്തമാനം കേട്ട് ദേഷ്യം വന്നതുകൊണ്ടാ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞത്. അതൊന്നും സാരമില്ല മുത്തശ്ശ, ആ പണം അവിടെ തന്നെ കിടന്നോട്ടെ. വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അതെടുത്ത് ഉപയോഗിക്കാം. ആന്റി സമാധാനായിട്ടിരിക്കെ. അഞ്ജലിക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം.